വ്ളോഗർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി വരുന്നു, ആ പെൺകുട്ടിയുടെ വൃത്തിയില്ലായ്മേനെ വരെ വെളിയിലേക്ക് കാണിക്കുന്നു. ഇവനാ ഇങ്ങോട്ട് വേണം ഞാനാ. അതായത് എല്ലാ മനുഷ്യന്റെയും സ്വകാര്യതകളിൽ പല പല തരത്തിലുള്ള തുമ്മലും ചീറ്റലും ചൊറിയലും തലചോറിന് ഇങ്ങനെ ഇരിക്കുക, അങ്ങനെ പലതരത്തിലുള്ള ഇങ്ങനെയൊക്കെ പിടിച്ചിടുക, ഇതൊക്കെ എല്ലാ മനുഷ്യന്റെ ഉള്ളൊരു സർവ്വസഹജമായിട്ടുള്ളൊരു സാധനമാണ്. നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? ഈ കോണ്ടന്റ് ദിവസം കുടിക്കോ? അതല്ല ഉദ്ദേശം. ഞാൻ മാറി ഇല്ല, ഞാൻ കുടിക്കത്തില്ല. അതായത് ഞാൻ കണ്ടാൽ, അതായത് ഇപ്പം ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഇടുന്നൊരു ചായ തന്നാ ഞാൻ കുടിക്കില്ല. ഞാൻ പ്രതികരിക്കുന്ന സാധനത്തിനല്ല പറഞ്ഞത്. നീ ഒന്നും പണയണ്ട. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ പച്ച മലയാളത്തിൽ ചോദിക്കട്ടെ, ജിൻഡോ വളി വിട്ടു അതിനകത്ത്. അതെന്താ വളരെ ഫണ്ണി ആയിട്ട് എടുത്തത് ആൾക്കാര്. ഷഡ്ഡി കൊണ്ടുവന്ന് ജിൻഡോ കിച്ചണിൽ കൊണ്ടുവന്നിട്ടു. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞു എന്താ വളരെ ഫണ്ണി ആയിട്ട് എടുത്തത്. നമുക്കൊക്കെ ചിരിക്കാനുള്ള കണ്ടന്റ് ആയിരുന്നു. വാ ഞാൻ ചിരിച്ചു, ഞാൻ സത്യമായിട്ട് ഞാൻ ചിരിച്ചു. ബെസ്റ്റ്. ശരിക്കും എന്താ ഇത് നിൽക്കുന്നത് എവിടെയാ? ഇതൊക്കെ മനുഷ്യ സഹജമാണ്, ഇതൊക്കെ ആളുകൾക്ക് കാണിക്കാം. ഇത് പ്രശ്നമില്ല എന്നാണോ എന്ന് പറയുന്നത്, അതോ ഇതൊക്കെ കാണിക്കുന്നതില് തെറ്റില്ല? ഇതിലൊക്കെ തെറ്റ് കാണുന്ന എന്താണ്? ഇവളാള് കൊള്ളാമല്ലോ. റോഹൻ പറഞ്ഞു ഈ വിഷയത്തിന് ഞാൻ അവള് തുമ്മിയത് ഭയങ്കരമായിട്ട് ഗ്ലോറിഫൈ ചെയ്യുന്ന രീതിയിലാണ് റോഹൻ ഇപ്പൊ റോഹൻ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം റോഹൻ, നീ കുറെ നേരമായിട്ടിരുന്ന് സംസാരിച്ച് ഇതേ വിഷയം തന്നെ കുറെ വട്ടം ലൂപ്പിൽ ഇട്ടോണ്ടിരിക്കുവാണ്. പർപ്പസ് ആയിട്ട് നിന്റെ എന്താ ഉദ്ദേശം? വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, മാറ്റി പറഞ്ഞതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയും, ഇങ്ങനെ തെറി വിളിക്കല്ലേ, ഒരു മനുഷ്യനാണ് ഞാൻ. ഞാൻ സംസാരിക്കും. എന്തിനാ പിന്നെ നീ ഒരുമാതിരി കോപ്പിൽ വർത്താനം സംസാരിച്ചത് അല്ലേ? തെറി കേട്ടിട്ട് ഇവളുടെ വീട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് എവിടെയാണെന്ന് തോന്നുന്നു. ഇത് ബിഗ് ബോസ് അല്ല, ഇത് ബിഗ് ബോസ് അല്ല. നമുക്കിട്ടെന്ന് വെച്ചല്ലേ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എലിവിഷം വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. വാക്കുകൾ മര്യാദയ്ക്ക് സംസാരിക്കണം. ഞാൻ ഒരുമാരത്തെ മറ്റു പരിപാടി കാണിക്കല്ലേ കേട്ടാ. വിട്ടാപ്പോ പോ മാറി. ഇത് കടിക്കോ? ചെലപ്പോ. എന്തിന്റെ കുഞ്ഞാണോ ഇത്? താങ്ക്സ് മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.